കുഞ്ഞിച്ചു മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്ററായുള്ള 1260 മലയാളം മംഗ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, എനിക്കറിയാം കുറച്ച് താമസിച്ചു, വേറൊന്നും കൊണ്ടല്ല. ഇന്നലെ നമ്മുടെ ഡീമസ്ലൻഡ് ഇൻഫിനിറ്റി കാസ്റ്റിൽ ആർക്ക് റിലീസായതാണ്. സോ അതൊന്ന് കാണാൻ പോയതാണ്. പോയിട്ട് വന്നപ്പോൾ ശരിക്കും താമസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ നമുക്ക് വീഡിയോ ഒന്നിട്ടാൻ സാധിക്കാഞ്ഞത്. എന്തായാലും ഇവിടെ ഞാൻ ഐ ബട്ടണിന് എന്തായാലും വീഡിയോ എടുത്തേക്കാം. നിങ്ങൾ എന്തായാലും കയറി ചെക്കൗട്ട് ചെയ്ത് ഞാൻ എന്തായാലും റിവ്യൂ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ ആ ഒരു ഹൈപ്പ് ബട്ടണുണ്ടല്ലോ അതും കൂടെ ഒന്ന് അമർത്താനായിട്ട് മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ചാപ്റ്ററിന്റെ കവർ പേജിനകത്ത് നമുക്ക് നമ്മുടെ യാമറ്റോനാണ് കാണാൻ സാധിക്കുന്നത്. പുള്ളിക്കാരുടെ നമ്മുടെ ഫ്ലവർ ക്യാബിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ദി ഗോഡ് വാലി ഇൻസിഡന്റ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോഡ് വാലിയാണ്. അവിടെ സെലസ്റ്റിയൽ ഡാൻസ് എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലാണ്. കാര്യം അവിടെ അനൗൺസ് ചെയ്തിരുന്ന പുള്ളിക്കാരൻ അനൗൺസ് ചെയ്തിരുന്നു ഇവിടെ ഉള്ളവരെല്ലാവരും ഡേവി ക്ലാനിലെ ആൾക്കാരാണ്. ആൻഡ് ഇത് കേൾക്കാൻ നിർത്താൻ അവർക്ക് ഇത്ര വലിയ ദേഷ്യം വന്നത്. കാര്യം അത്രത്തോളം മോശമായ ഒരു ലിനേജ് എന്നാണ് അവർ പറയപ്പെടുന്നത്. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഒരാൾ പോലും അവരോട് ഒരു തുള്ളി സ്നേഹം പോലും കാണിക്കാൻ പാടില്ല എന്നൊക്കെ അവരും പറയുന്നുണ്ട്. അത് മാത്രമല്ല, ആ ബ്ലഡ് ലൈനെ കംപ്ലീറ്റ്ലി അവർ ഡിസ്ട്രോയ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയത്ത് പലരും ചോദിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ബൊക്കനീഴ്സ് ആണോ എന്നൊക്കെ. അത് കഴിയുന്നിടത്ത് പിന്നെ കാണിക്കുന്നത് അവിടെയുള്ളവരെയാണ്, അതായത് ആ മെമ്പേഴ്സിനാണ്. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബ്ലാക്ക് ബേർഡും അതുപോലെ ബ്ലാക്ക് ബേർഡ് അമ്മയുണ്ടായിരുന്നു. ആ സമയത്ത് അവർ പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഇവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും ഒരു പെനാൽറ്റി ആയിട്ട് മാറുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ആരും ഇവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ ടീച്ചറിനെ കാണാൻ സാധിക്കും. പുള്ളിക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് അത് പ്യൂറായുള്ള ഒരു ഹെൽത്ത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സാറ്റനെ അതേപോലെ തന്നെ ഫിഗർ ലാങ് ഗാർലിങ്ങിനാണ്. സാറ്റൻ പറയുന്നുണ്ട് ഗാർലിങ് നീ കണ്ടുപിടിച്ച സ്ഥലം എന്തായാലും കൊള്ളാം, അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങളെല്ലാവരും എനിക്ക് തന്നെ മര്യാദക്ക് തന്നോന്ന് ഗാർലിങ് ആ ടൈമിൽ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡ്രാഗനാണ്. അവൾ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ നീ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്തണം. അവരെ സ്നേഹത്തോടെ വളർത്തുന്ന ആരുടെങ്കിലും കയ്യിലേക്ക് നീ അവരെ എത്തിക്കണം. എന്തൊക്കെ വന്നാലും ഇവന്മാരുടെ കയ്യിലേക്ക് നീ അവരെ എത്തിക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഡ്രാഗനായിട്ട് ആ ഒരു കൊച്ചിനെ, അതായത് ഷാക്സിനെ ഷാംറോക്കിനെ കൊണ്ട് അവിടുന്ന് പോകുന്നതാണ്. അവളായിട്ട് അവിടെ മരിച്ച് വീഴുന്നുണ്ട്. ഡ്രാഗൻ മനസ്സിൽ പറയുന്നത് നീയും നിൻ്റെ പിള്ളേരും എല്ലാവരും എൻ്റെ മുമ്പിൽ സ്ട്രേഞ്ചേഴ്സ് മാത്രമാണ്, പക്ഷേ ഞാൻ രക്ഷിച്ചിരിക്കും, നിങ്ങളെല്ലാവരും രക്ഷിച്ചിരിക്കും. ഈ സമയത്ത് ഒരു സൈഡിൽ ഈ അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട്. അതിലൊരാൾ പറയുന്നുണ്ട് 150ഓളം റെയർ ആയുള്ള റാബിറ്റ്സിനാണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ തന്നെ ആരും മറക്കണ്ട 13 സൂപ്പർ റെയർ വൺസ് ഉണ്ട്. അതിൻ്റെ ഒരാളുടെ വേർത്തെന്ന് പറയുന്നത് 10,000 പോയിന്റ്സ് ആണെന്ന് ആരും തന്നെ മറക്കണ്ട. എന്തായാലും 1 മണിക്കൂറിന് ശേഷം നമ്മൾ എന്തായാലും ഈ ഹണ്ട് തുടങ്ങുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അവർ അഴിച്ചുവിടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ 1 മണിക്കൂറുണ്ട് അവർക്ക് ഓടി രക്ഷപ്പെടാനായിട്ട്. അവരെല്ലാവരും അവരുടെ ജീവന് വേണ്ടി ഓടാൻ തുടങ്ങി. കാര്യം അവരുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, 3 ആഴ്ച എങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 1 മണിക്കൂറോളം കഴിഞ്ഞു. ആ ഒരു ഹണ്ട് അവിടെ തുടങ്ങിയിട്ടുണ്ട്. സെലസ്റ്റിയൽ ഡാൻസ് എല്ലാവരും അവരുടെ പുറകെ പോകാനും തുടങ്ങി. ഈ സമയത്ത് ഒരു അമ്മയും ഒരു കൊച്ചു ഒരു അച്ഛനും കൂടെ ഒരു സ്ഥലത്ത് പാത്തിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഒരു സെലസ്റ്റിയൽ ഡ്രാഗൻ അവിടേക്ക് വരികയും ഈ കൊച്ചു കാർന്ന് കേൾക്കാൻ നേരത്ത് അവൻ ഇവരുടെ അടുത്തേക്ക് വരികയും ചെയ്യും. എന്നിട്ട് അവരെ വെടിവെക്കാൻ പോവുകയും ചെയ്യും. ഈ ടൈമിൽ അവർ കെഞ്ചി പറയുന്നുണ്ട് അവരുടെ കൊച്ചിനെ മാത്രം വെറുതെ വിടാനായിട്ട്. പക്ഷെ ആരും തന്നെ വെറുതെ വിടുന്നതല്ല, ആ കുഞ്ഞിനെ ഉൾപ്പെടെ അവന്മാർ കൊന്നുകളയും. എൻ്റെ അമ്മേനൊന്നും ചെയ്യില്ല, എൻ്റെ അച്ഛനൊന്നും ചെയ്യില്ല, എൻ്റെ ഹസ്ബൻഡിനൊന്നും ചെയ്യില്ലെന്ന് അവർക്ക് കരയാൻ മാത്രമേ സാധിച്ചുള്ളൂ. പക്ഷേ ഓരോ സെക്കൻഡ് കഴിയുന്നിടത്ത് അവർ ഓരോരുത്തരെ അവിടെ മരിച്ച് വീഴാൻ തുടങ്ങി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോളി ലാൻഡുള്ള മറി ജിയോസ് ആണ്. അവിടെ ഈ ഒരു കാര്യം സ്ട്രീം ചെയ്യുന്നുണ്ട്, അതായത് ലൈവായിട്ട് തന്നെ സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഗാർലിങ്ങിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ അവൻ്റെ കണ്ണിൽ കണ്ട എല്ലാവരെയും കൊന്നൊടുക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഗാർലിങ്ങിനെ കാണുന്ന ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ മയങ്ങി വീഴുന്നുണ്ട്, ഈ സെലസ്റ്റിയൽ ഡ്രാഗൻസ് ആയിട്ടുള്ള. അതേ സമയത്ത് തന്നെ മറ്റു കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് അല്ല നീ ആരുടെ മേത്താണ് ബെറ്റ് ചെയ്തത്? ഞാനോ? ക്ലാൻ കോൺടെസ്റ്റ് ആണെങ്കിൽ ഹൗസ് ഷെപ്പേർഡ്, ഒറ്റക്കാണെങ്കിൽ ഗുങ്കോയോ. അതെന്തായാലും നല്ല ചോയ്സ് തന്നെയാണ്. പക്ഷേ നിനക്കറിഞ്ഞൂടെ നൈറ്റ്സിൻ്റെ അത് ഒരാളുടെ പേര് മാത്രമേ ഗോഡ് സ്റ്റീൽ എന്നുള്ളത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗുങ്കോനാണ്. പുള്ളിക്കാരി അവിടെയുള്ള കുറെ പേരെ കൊന്നൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് പുള്ളിക്കാരുടെ ഹൗസ് നെയിം എന്ന് പറയുന്നത് ഹൗസ് മാൻമിയറാണ്. ഈ സമയത്ത് നമ്മുടെ ഷാക്കിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൈൻ ഷോമേസിനാണ്. പുള്ളിക്കാരുടെ ഒരു മരത്തിൽ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ മുകളിൽ ഒരു കൊച്ചു ഭയം കയറിയിരിപ്പുണ്ടായിരുന്നു. അവനായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവിടെ കയറിയിരുന്നത്. ആ സമയത്ത് അവൻ പറയുന്നുണ്ട് നീ പേടിക്കണ്ട, നീ താഴത്തേക്ക് ചാടിക്കോ, ഞാൻ നിനക്ക് വേണ്ടി ഒരു കുഷൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ ത്രോൺസ് ആ ഒരു മരത്തിൻ്റെ ചുറ്റിനും താഴത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ചവിട്ടി അവനെ താഴത്തേക്ക് ഇടുന്നുണ്ട്. ഈ ടൈമിലായിട്ട് അവൻ്റെ അച്ഛനായിട്ട് ആ കൊച്ചിനെ പിടിക്കാൻ വേണ്ടി ചാടി രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഷോമേസ് കാരണം മരിച്ചു പോകുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഡ്രാഗനാണ്. പുള്ളിക്കാരനെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാര്യം പുള്ളിക്കാരൻ്റെ കൺമുമ്പിൽ മുഴുവൻ കുറേ ശവശരീരങ്ങൾ മാത്രമാണ്. അവന് ഛർദ്ദിക്കാൻ വരെ വരുന്നുണ്ട്. ആ സമയത്ത് അവൻ പറയുന്നുണ്ട് ഞാൻ അവളെ രക്ഷിക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ സെലസ്റ്റിയൽ ഡ്രാഗനെ ഡിഫൈ ചെയ്യുമെന്നാണ് ആലോചിച്ചത്, പക്ഷേ ഇതെന്തുവാണ്? ആ ടൈമിലാണ് അവൻ ആ ഒരു കാഴ്ച കാണുന്നത്. ദൂരത്ത് ഒരു സെലസ്റ്റിയൽ ഡ്രാഗനായിട്ട് പാത്തിരുന്നുകൊണ്ട് നമ്മുടെ കുമേനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം കുമയെന്ന് പറയുന്നത് ഒരു ബക്കനിയറാണ്. ആൻഡ് അവന് 10,000 പോയിന്റ്സ് ഉണ്ട്. ഈ സമയത്ത് തന്നെ അവരെല്ലാവരും രക്ഷപ്പെടാനുള്ള പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഡ്രാഗൺ പറയുന്നുണ്ട്. സോ അവർക്ക് രക്ഷപ്പെടാനുള്ള മൈൻഡെങ്കിലും ഉണ്ടല്ലേ. പക്ഷേ ഈ ടൈമിൽ തന്നെ അവൻ പറയും ചെയ്യും, അതായത് ആ ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ പറയും ചെയ്യും, ഇവനെ കൂടെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ 10 പേരെ കൊന്നു, ഇതെൻ്റെ കാണുന്നു പറഞ്ഞിട്ട് അവനെ വെടിവെക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു ഗൺ ഷോട്ട് കേൾക്കുന്നത്. അത് മറ്റാരുമില്ലെന്ന് നമ്മുടെ ഡ്രാഗൻ ആ ഒരു സെലസ്റ്റിയൽ ഡ്രാഗനെ വെടിവെച്ചതാണ്. അതേസമയം തന്നെ ബാക്കിയുള്ള സ്ഥലത്ത് ഈ സെലസ്റ്റിയൽ ഡ്രാഗൻ ബാക്കിയുള്ളവരെ കൊന്നൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിക്കുകയാണ്. അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. അത് നമ്മുടെ റോക്സ് പൈററ്റ്സ് ആയിരുന്നു. അത് മാത്രമല്ല കുറേ നൊട്ടോറിയസ് ഉള്ള പൈററ്റ്സും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് റോക്സ് പൈററ്റ്സ് ഈ ഗോഡ് വാലിലേക്ക് വരുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള വേർഷൻ തന്നെ പറയാൻ പറ്റും. നമ്മുടെ റോക്സ് പറയുന്നുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ, ഷാക്ക് എന്തായാലും ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ കുറച്ചധികം ട്രഷേഴ്സും പിന്നെ ഡെവിൾ ഫ്രൂട്ട്സും ഉണ്ട്. സോ ഇപ്പോൾ നമ്മൾ പരസ്പരം തമ്മിൽ തല്ലിയതുകൊണ്ട് ഒരു ഗുണമില്ല. അതുകൊണ്ട് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം. ഇന്നലെ ചെന്ന് കഴിയാൻ നേരത്ത് നമുക്ക് ഈക്വലി തന്നെ ഇതെല്ലാം കൂടെ ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് അവൻ്റെ കൂട്ടത്തിലുള്ളവർ തന്നെ പറയുന്നുണ്ട്, ഷാക്കിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും? ഷാക്കിനെയോ അവളെ രക്ഷിക്കുന്ന ആരാണോ അവളെ നമുക്ക് എടുക്കാമല്ലോ. ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പുറകെ പോകുന്നു പറഞ്ഞ് അവരെല്ലാവരും കിടന്ന് പരസ്പരം തമ്മിൽ തല്ലുവാണ്. ഈ സമയത്ത് നമ്മുടെ ന്യൂ ഗേറ്റ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഞാൻ അവളെ ജസ്റ്റ് ഒരു ഫ്രണ്ട് ആയിരുന്ന കരുതി മാത്രമാണ് രക്ഷിക്കാൻ പോകുന്നത്. പിന്നെ അവൾക്ക് അങ്ങനെ എന്നെ മതി എന്ന് പറഞ്ഞാൽ അതിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഈ സമയത്ത് സ്റ്റൂസ് പറയുന്നുണ്ട്, ന്യൂ ഗേറ്റ് നീ എന്താണ് പറയുന്നത്? ആ സമയത്ത് തന്നെ നമ്മുടെ ഗ്ലോറിയസും പറയുന്നുണ്ട്, ഷാക്കിനെ എങ്ങനെ രക്ഷ കഴിഞ്ഞാൽ റോജറിന് അതെന്തായാലും ഭയങ്കര ഹാപ്പിയായി മാറും. ഈ ടൈമിൽ തന്നെ ബിഗ് മോം പറയുന്നത്, നീയൊക്കെ മണ്ടന്മാരാണ്, കാര്യം നിനക്കൊക്കെ തോന്നുന്നുണ്ടോ ഷാക്കി നിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വീഡിയോ ഒന്ന്? ആ ടൈമിൽ തന്നെ നമ്മുടെ കായുടെയും പറയുന്നുണ്ട്, ലിനി നീ എന്തായാലും ആ ഡെൽ ഫുഡ് എനിക്കും കൂടെ തരുമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് റോക്സിന്റെ ഷിപ്പും കൂടെ നമ്മുടെ ഗോൾഡ് വാലിലേക്ക് ഇടിച്ച് കയറുന്നതാണ്. ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ ജീവന് വേണ്ടി ഓടാൻ തുടങ്ങും. കാര്യം നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൺസിന് നമ്മുടെ റോക്സ് എന്നൊക്കെ പറയുന്നത് ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഈ ഒരു അനൗൺസ്മെന്റ് നമ്മുടെ ഡ്രാഗനും കേൾക്കുന്നുണ്ട്. അതായത് വെസ്റ്റ് കോസ്റ്റിൽ ഡേഞ്ചർ സോൺ ആയിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ റോജറും അവിടേക്ക് വന്ന് പറയും ചെയ്യും. ആ ഒരു സെക്കൻഡ് തന്നെ നമ്മുടെ ഷാങ്സിനെ ഷാംറോക്കിനെ എടുത്തുകൊണ്ട് നമ്മുടെ ഡ്രാഗനായിട്ട് അവിടേക്ക് പോകുന്നുണ്ട്. ഈ ടൈമിൽ അവൻ കണ്ണു തുറന്ന് നോക്കാതെ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും കരയാതിരിക്കുന്നതന്നെ എന്തോ വലിയ മിറാക്കിളാണ്, ഞാൻ എങ്ങനെയെങ്കിലും നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡ്രാഗൻ അവിടുന്ന് ഓടുന്നത്. സെലസ്റ്റിയൽ ഡ്രാഗൺസ് എല്ലാവരും ഈ ഗോഡ് വാലിയുടെ സെന്ററിലേക്ക് പോകുവാണ്. കാര്യം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. ഈ ടൈമിൽ തന്നെ ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, ഇതെങ്ങാനും വേണ്ടി ലോക അവസാനമാണോ? കാര്യം റോക്സും റോജറും എല്ലാവരും അവിടേക്ക് വന്നിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റോജർ പൈററ്റ്സിനാണ്. റോജർ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഷാക്കിനെ രക്ഷിക്കാനാണ്, എന്തായാലും നിങ്ങൾക്ക് അവളുടെ ഫ്രണ്ട് ഒരു ചാൻസ് പോലും ഇല്ല, അതുകൊണ്ട് ബാക്കിയുള്ള ട്രഷർ നിങ്ങൾ പോയി എടുക്കാൻ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷേ അവരാരും അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവർ നേരെ പോകുന്നത് തന്നെ നമ്മുടെ ഷാക്കിയുടെ അടുത്തേക്കാണ്. നമ്മുടെ ഗാർലിംഗ് അപ്പോൾ പറയുന്നുണ്ട്, സോ ഈ ഗെയിം ഇവിടെ അവസാനിച്ചല്ലേ? ബാക്കിയുള്ള സെലസ്റ്റിയൽ ഡ്രാഗനൊക്കെ നമ്മുടെ ഗാർലിങ്ങിനെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്താണ് ചെയ്യുന്നത്, എന്തെങ്കിലും ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഗോഡ്സ് നൈറ്റിനെയാണ്. അവരെല്ലാവരും അവിടേക്ക് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് 2 പുതിയ ഗോഡ്സ് നൈറ്റിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ പറയുന്നുണ്ട്, എന്തായാലും മറീൻസിന്റെ ബാക്കിലേക്ക് വലിക്കാൻ നോക്ക്, സെലസ്റ്റിയൽ ഡ്രാഗനെ എങ്ങനെ പോയാലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഗോഡ്സ് നൈറ്റും അവിടേക്ക് വരാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. പക്ഷേ ഗോഡ് വാലിയുടെ അവസ്ഥ അതൊട്ടും നല്ലതല്ലായിരുന്നു. കാര്യം അത്രത്തോളം പൈററ്റ്സ് ആയിരുന്നു ഈ ഗോഡ് വാലിയുടെ ചുറ്റിനിലേക്കും വന്നുകൊണ്ടിരുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ന്യൂഗനെ ഷീഗനൊക്കെയാണ്. അവരായിട്ട് അവരുടെ ഫ്രണ്ടിലുള്ള എല്ലാവരും ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ഒരുത്തൻ ഒരു കാനൺ ബോൾ എടുത്ത് അവിടേക്ക് എറിയുന്നത്. പിന്നെ കാണിക്കുന്നത് ഒരു ഹ്യൂജ് ആയുള്ള എക്സ്പ്ലോഷനാണ്. ഇത് കാണാൻ നേരത്ത് റോക്സും റോജറും ഒരേപോലെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീയൊക്കെ എൻ്റെ ട്രൂപ്സിനോട് ഇങ്ങനെ കാണിക്കാൻ നേരത്ത് ഞാനിവിടെ അനങ്ങാതെ നോക്കിക്കൊണ്ട് നിൽക്കുമെന്ന് അവൻ ചോദിക്കുകയും ചെയ്യും. ആൻഡ് അത് മറ്റാരുമില്ലായിരുന്നു, നിങ്ങളുടെ ഗാർപ്പായിരുന്നു, വൈസ് അഡ്മിറൽ ഗാർപ്പ്. ഇവനെ കണ്ടപ്പോൾ എല്ലാവരും ഹാപ്പിയായി. കാര്യം റീഎൻഫോഴ്സ്മെന്റ് ഗോഡ് വാലിലേക്ക് എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവരെല്ലാവരും സന്തോഷത്തോടെ കാണുന്നുണ്ട് നമ്മൾ രക്ഷപ്പെട്ടെന്ന്. അങ്ങനെ 3 ലെജൻസും അവിടേക്ക് വന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, പിന്നെ നെക്സ്റ്റ് വീക്ക് ബ്രേക്കാണ്. അതിനർത്ഥം അടുത്ത ചൊവ്വാഴ്ച നമുക്ക് ലീക്സ് കിട്ടുന്നതായിരിക്കും.